ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് എവിടുന്ന് അറിയോ? ഈ സെക്ഷൻ 40 1995 സെക്ഷൻ 40 നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. സെക്ഷൻ 40യുടെ അപകടം എന്താണ്? 1995 വരെ വഖഫിന് ഒരു ഭൂമി വഖഫിന്റെ തോന്നിയാൽ വഖഫ് എന്താണ് ചെയ്യേണ്ടത്? ആ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആ ഭൂമി അന്യായമായി കൈവശം വെക്കുന്ന ആൾക്കെതിരെ സിവിൽ കോടതിയിൽ പോകണം. ആ വ്യക്തി ഹിന്ദു ആവാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം, മതവിശ്വാസം ഇല്ലാത്ത ആളാവാം. പക്ഷെ 95 ചിത്രം മാറി. 95 സെക്ഷൻ 40 എന്ന അത്യന്തം അപകടകരവും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരുമായ ഒരു സാധനം തിരികെ കയറ്റി. എന്താണ്? വഖഫിനൊരു ഭൂമി തങ്ങളേതാണെന്ന് തോന്നിയാൽ, ബോധ്യം വന്നാൽ വഖഫ് നോട്ടീസ് അയച്ചാൽ മതി. പിന്നെ ആ നോട്ടീസ് കിട്ടിയ ആൾ എന്ന് വെച്ചാൽ 3000 കൊല്ലം പഴക്കമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ അവിടത്തെ ഉപുരാണന്മാർ ഉൾപ്പെടെയുള്ളവർ അവർ പോയി എവിടെ തെളിയിക്കണം? വഖഫ് ബോർഡിൽ തെളിയിക്കണം. അതെന്താണ്? എന്ത് ന്യായമാണ്? ആരാണ് ഈ വഖഫ് ബോർഡ്? വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ അടങ്ങുന്ന ഒരു ബോർഡ്. അവിടെ വഖഫിനെതിരെ കേസ് കൂടി അവർ തെളിയിക്കണം. വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്. ആരാണോ ആരോപിക്കുന്നത് അവൻ തെളിയിക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. എന്നെ ഒരാൾ തല്ലി എന്ന് ഞാൻ പറഞ്ഞാൽ, എന്നെ തല്ലി എന്ന് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസും പ്രോസിക്യൂഷനോ തെളിയിക്കണം കോടതിയിൽ എന്നെ ഇന്നാൾ തല്ലിയിട്ടുണ്ടെന്ന്. അതല്ലെങ്കിൽ എന്റെ സ്വത്തൊരാൾ തട്ടിയെടുത്തു എന്ന് ഞാൻ ആരോപിച്ചാൽ ഞാൻ തെളിയിക്കണം കോടതിയിൽ അത് എന്റെ സ്വത്താണെന്ന്. ഇവിടെ അത് വേണ്ട. നോട്ടീസ് അയച്ചാൽ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ 3000 കൊല്ലം പഴക്കമുള്ള തിരുച്ചെന്തൂരയിലെ അമ്പലത്തിലെ ആളുകൾ വഖഫ് ബോർഡ് മുമ്പാകെ പോയി കേസ് കൂടണം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട്ട് കോടതിയിൽ സ്ഥിരമായി വഖഫ് കേസ് നടത്തുന്ന ഒരു വക്കീലിനോട് ചോദിച്ചു, എപ്പോഴെങ്കിലും വഖഫ് ബോർഡ് വഖഫിനെതിരായി വിധിച്ചിട്ടുണ്ടോന്ന്. അയാൾ പറഞ്ഞാൽ 20 കൊല്ലമായി വഖഫ് ബോർഡിനും വഖഫ് ട്രൈബ്യൂണലിലും പോകുന്നു, ഇന്ന് വരെ ഒരു കേസ് പോലും വഖഫ് ബോർഡ് വഖഫിനെതിരായി വിധിച്ചിട്ടില്ല. ഇനി പോട്ടെ, അവിടെ തോറ്റാൽ വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. വഖഫ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് തർക്കമില്ല, കാരണം ജില്ലാ ജഡ്ജാണ്. ഹൈക്കോടതി നിശ്ചയിക്കുന്ന ഏതെങ്കിലും ജില്ലാ ജഡ്ജാണ് അവിടെ ഇരിക്കുക. അവിടെ നീതിപൂർവമായി കാര്യങ്ങൾ നടത്താം. ഇനി അവിടെ തോറ്റാൽ there is no appeal. There is no appeal. അപ്പീൽ ഇല്ല. ഹൈക്കോടതിയിൽ 226 പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ SLP പോകണം. ഇങ്ങനെ ഒരു അബദ്ധ ജടിലമായ, ഒരു അബദ്ധ പഞ്ചാംഗമായ സെക്ഷൻ 40 ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, 5 വർഷം ഒരാൾ മതപരമായി ജീവിച്ചു എന്ന് ഉള്ള ആൾ വേണം, ഇസ്ലാമായി ജീവിച്ചു. ഇവിടെ പ്രശ്നം എന്താ അറിയോ? കോഴിക്കോട്ട് കോടതിയിൽ ഒരു കേസ്, മരണം വരെ ഹിന്ദുവായി മരിച്ചുപോയ ഒരാൾ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് അയാളുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തിനെതിരെ കേസ് നടക്കുകയാണ്. അയാളുടെ മക്കൾ, അവർക്കൊക്കെ വയസ്സായി, 70-80 വയസ്സായി, അവർ കോടതിയിൽ കയറുകയാണ്. ഞങ്ങളുടെ അച്ഛൻ മരണം വരെ ഹിന്ദുവായിരുന്നു, ഒരു കാരണവശാലും അദ്ദേഹം വഖഫ് ചെയ്തിട്ടില്ല, രേഖയില്ല, വഖഫ് ബൈ യൂസ്, അല്ലെങ്കിൽ അത് വാക്കാൽ കൊടുത്തു എന്നാ പറയുന്നത്. അവരിപ്പോ അവരുടെ പൂർവികമായ വീടിന് വേണ്ടി കേസ് കൂടിയാണ്. ഇങ്ങനത്തെ പല കുഴപ്പങ്ങളുമുണ്ട്. പിന്നെ നോൺ മുസ്ലിം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. BJP-ക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാരിന്റെ നിയന്ത്രണം വരികയാണ്. ദേവസ്വം ബോർഡിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ? ഈ രാജ്യത്തെ ദേവസ്വം ബോർഡിൽ സർക്കാർ ജീവനക്കാരുള്ളത് പോലെ ഗവൺമെന്റ് ജീവനക്കാർ വരികയാണ്. പിന്നെ CEO, ജോയിന്റ് സെക്രട്ടറി, IAS ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ ഗവൺമെന്റ് സെലക്ട് ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? വഖഫ് ബോർഡിന് വേണ്ടി വാദിക്കുന്നവർ വരെ അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. കാരണം അതിന് മിസ്മാനേജ്മെന്റ് ഉണ്ട്. അതിന് അവകാശപ്പെട്ട പണ്ടുള്ളവർ മതവിശ്വാസ പ്രകാരം വഖഫ് ചെയ്ത ഭൂമിയൊക്കെ ഇന്ന് പല ആളുകളും മന്ദിരങ്ങളും ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടലും ഒക്കെ പണിതിരിക്കുകയാണ്. കേസ് കൂടിയിട്ടൊന്നും കാര്യമൊക്കെ തോറ്റുപോയി. അപ്പം മിസ്മാനേജ് നടക്കുന്നത് കൊണ്ട് ശരിയാണ്.